നിങ്ങളൊരു സാമുറായി ബേസ്ഡ് മൂവി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു മൂവിയാണ് 2003 പുറത്തിറങ്ങിയ ജാപ്പനീസ് ഫിലിമായിട്ടുള്ള സട്ടോയിച്ചി. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷനാണ് മീൻസ് ഇംഗ്ലീഷിലുള്ള പേരാണ് ദ ബ്ലെയിൻഡ് സോർഡ്സ്മാൻ സട്ടോയിച്ചി. ജപ്പനീസിന്റെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണിത്. ആൻഡ് ഇതേ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ആൻഡ് അതിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് 2003 ടക്കേഷി കിറ്റാനോ ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ മൂവി. അദ്ദേഹം തന്നെയാണ് സട്ടോയിച്ചി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. ഒരു അന്ധനായിട്ടുള്ള ഒരു ക്യാരക്ടർ, ഈവൻ ഒരു ചെറിയൊരു മൂവ്മെന്റ് പോലും സെൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഷാർപ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. ആള് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് ഒരു സ്ഥലത്തെത്തുകയും അവിടെ എത്തിയിട്ട് പലരെയും അവിടെ എത്തിയതിനു ശേഷം പലരെയും മീറ്റ് ചെയ്യാണ്. അവർക്കൊക്കെ ഓരോരോ കഥകൾ പറയാനുണ്ട്. ആൻഡ് ചിലർക്കൊരു റിവെഞ്ച് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. മറ്റൊരു സാമുറായി ആയിട്ടുള്ള ഒരാൾ, ഒരു യങ് ആയിട്ടുള്ള ഒരാള്, ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് ആ ഒരു സിറ്റിയിലേക്ക് വരുന്നു. ആൻഡ് ആൾക്കും ആളുടേതായിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് അവിടെയുള്ള ഒരു റൈവൽ ഗ്യാങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഈ സിനിമയുടെ പ്ലോട്ട് പോകുന്നത്. ഏകദേശം 2 മണിക്കൂറിനടുത്താണ് ഈ സിനിമ ഉള്ളത്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കാണുമ്പോൾ അത്യാവശ്യം കോമ്പാറ്റ് സീക്വൻസിലൊക്കെ ഈ ബ്ലഡ് ഒക്കെ സ്പാറ്റർ ചെയ്യുന്ന സീക്വൻസ് വരുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ കുറച്ച് ഓവർ അല്ല, ഈ ബ്ലഡ് ഇങ്ങനെയൊക്കെ തെറിക്കും എന്തോ ഒരു ഇതുപോലെ എന്ന് തോന്നും. പക്ഷെ ഇതിന്റെ ട്രിവ്യൂ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ഡയറക്ടറിന് അന്ന് അത്രത്തോളം ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അത്രയും ഒരു ഗോർ ആയിട്ടുള്ള ഒരു വയലൻസ് അത്രയും റൂഡായിട്ട് കാണിക്കണ്ട, കുറച്ചൊക്കെ സി ജി ഐ ആ ബ്ലഡ് ഒക്കെ സ്പാറ്റർ ചെയ്യുന്നതിൽ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് കുറച്ചൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതെന്താ ബ്ലഡ് സ്പാറ്റർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നത് നമുക്ക് തോന്നും. ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫുൾ ഓൺ ആക്ഷൻ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഫുൾ കോമ്പാക്ട് സീക്വൻസ് ആയിട്ടല്ല പോകുന്നത്. അവരുടെ ഇപ്പോൾ ഒരു സാമുറായി മൂവി എന്ന് പറയുമ്പോൾ അവര് ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. കാരണം അവര് ഏതെങ്കിലും ഒരു കോമ്പാറ്റിൽ ഒരാളെ നേരിട്ടതിന് ശേഷം ഒരു തോൽവി അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഈഗോ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് അവർ കൊണ്ടു നടക്കും. എങ്ങനെയെങ്കിലും ആളെ ഒന്നുകൂടി ഫേസ് ടു ഫേസ് കോമ്പാറ്റ് ചെയ്ത് വീണ്ടും തോൽപ്പിക്കണം എന്നുള്ള ഒരു സംഭവമൊക്കെ ആയിട്ട്. എന്നാൽ അങ്ങനെയുള്ള പ്രിൻസിപ്പിളൊക്കെ എത്രത്തോളം ഇവർക്കൊരു ഒരു ജീവന് തുല്യമാണെന്ന് കാണിക്കുന്ന ഒരുപാട് സീക്വൻസിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഇതിലത്തെ ആ ഒരു മ്യൂസിക് ആയാലും ശരി, അവിടത്തെയുള്ള ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽസും അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഗാംബ്ലിങ് ആ സമയത്ത് അവർ ചെയ്തു പോകുന്നതും ആ ഒരു സ്റ്റോറി സെറ്റപ്പിന് ആ ഒരു ജപ്പാന്റെ ആ ഒരു പല സ്ഥലങ്ങളിലത്തെയും ആ ഒരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് സിനിമ അങ്ങനെ പോകുന്നത്. അതിന്റെ പല ഓരോരോ ക്യാരക്ടേഴ്സിനെ കാണിക്കുകയാണെങ്കിലും ഇപ്പോൾ ഈ സട്ടോയിച്ചിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. എൻ്റെ ആള് താമസിക്കുന്ന ഒരു സ്ഥലവും അവിടെയുള്ള കുറെ ക്യാരക്ടേഴ്സും ആൻഡ് ഗാംബ്ലിങ്ങിന്റെ സ്ഥലത്ത് ആളിങ്ങനെ പോയി അറ്റൻഡ് ചെയ്യുന്നതും അവിടെ ഓരോരുത്തരെ പരിചയപ്പെടുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് സ്റ്റോറി പോകുന്നത്. ആൻഡ് പലയിടത്തും അവരുടെ അന്നത്തെ ഇപ്പൊ ബ്രോത്തൽസിൽ ഉണ്ടായിരുന്ന പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ലൈഫും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടോക്കെ. ഇങ്ങനെയുള്ള ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമ ഫിലിം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു പടം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോക്കാം. എൻ്റെ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് വളരെയധികം യാദൃശ്ചികമായിട്ട് കണ്ടൊരു സംഭവമായിരുന്നു. പോക്കിരി സിനിമയിലത്തെ വടിവേലിന്റെ ഒരു സീക്വൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 3 പേര് 3 സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്. ഈ സിനിമയിൽ കറക്റ്റ് അതുപോലുള്ള ഒരു സീക്വൻസ് ഉണ്ട്. സോ കറക്റ്റ് ഇതിൽ നിന്ന് തന്നെ കോപ്പി അടിച്ച ഒരു സീക്വൻസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് വളരെ യാദൃശ്ചികമായിട്ടാണ് കണ്ടത്. പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹ്യൂമർ സീക്വൻസ് ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സെയിം അതേപോലെ തന്നെ കോപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ ഇപ്പോൾ ഇവരൊരു സാമുറൈസ് ഒക്കെ ഇവർ ഈ ഒരു സ്പോർട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സീക്വൻസുകളൊക്കെ ഒരു അവരുടെ ആ ഒരു ഷീറ്റിലേക്ക് അവർ ഇടുന്ന ഒരു സംഭവം പോലും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്യാപ്ചർ ചെയ്തതെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു സീക്വൻസിലും ആ ഒരു സ്വിഫ്റ്റ് മൂവ്മെന്റും ആൻഡ് ഈവൻ ആ ഒരു ക്ലൈമാക്സിലൊക്കെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സട്ടോയിച്ചിയുടെ ക്യാരക്ടർ എത്രത്തോളം ഒരു കാര്യങ്ങൾ വാല്യൂസ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, എത്രത്തോളം അലേർട്ട് ആൻഡ് ഷാർപ്പ് ആണെന്നൊക്കെ കാണിക്കുന്ന ഒരുപാട് സീക്വൻസുകൾ ഉണ്ട്. പടം കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ട് കണ്ടു നോക്കുക. ഇങ്ങനെയുള്ള ഒരു ജനർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പടം ഇഷ്ടപ്പെടും.